സത്യവേദ പുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ രണ്ട് പുസ്തകങ്ങളാണ് ഉള്ളത്. ഒന്ന് എസ്തേറിന്റെ പുസ്തകം, രണ്ട് രൂത്തിന്റെ പുസ്തകം. ഇവർ രണ്ടുപേരും രണ്ട് വംശജരാണ്. എസ്തേർ യഹൂദ സ്ത്രീയും രൂത്ത് വിജാതീയ സ്ത്രീയുമാണ്. സർവശക്തനായ ദൈവം എല്ലാ ജാതിയിലുള്ളവരെയും സ്നേഹിക്കുന്നു. സർവജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷമാണ് യേശു ഭൂമിയിൽ വന്ന് ജനിച്ചത്. രൂത്തിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ആകെ 4 അധ്യായങ്ങളും 85 വാക്യങ്ങളുമാണ് നാം കാണുന്നത്. ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം രൂത്ത് ആണ്. 4 അധ്യായങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ രൂത്തിനെ 4 സ്ഥലങ്ങളിൽ നാം കാണുന്നു. ഒന്നാമതായി രൂത്തിനെ മോവാബ്യ ദേശത്തും, രണ്ടാമതായി രൂത്തിനെ ബേത്ലഹേം പട്ടണത്തിലും, മൂന്നാമതായി ബോവസിന്റെ കളത്തിലും, നാലാമതായി ബോവസിന്റെ വീട്ടുകാരിയുമായി നാം കാണുന്നു. എത്ര മഹത്തായ ജീവിതമാണ് രൂത്തിൻ്റെത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വളരെ താഴ്ന്ന നിലയിൽ നിന്നും വളരെ ഉയർന്ന നിലയിലേക്ക് രൂത്ത് ഉയർത്തപ്പെടുന്നു. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി രൂത്തിനെ കാണുന്നത് മോവാബിനെ കുറിച്ച് 108 സങ്കീർത്തനം. ആദ്യമായി രൂത്തിനെ നാം കാണുന്നത് മോവാബിലാണ്. മോവാബിനെ കുറിച്ച് 108 സങ്കീർത്തനം 9 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഇംഗ്ലീഷിൽ ഈ വാക്യം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. മോബ് ഈസ് മൈ വാഷ് പോട്ട്. ഒരു വാഷ് ബേസിനോട് സമമായിട്ടാണ് മോവാബ് ദേശത്തെ ഉപമിച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ മാലിന്യങ്ങൾ വീഴുന്ന സ്ഥലമാണ്. അത് എത്ര വൃത്തിയാക്കിയാലും പിന്നെയും വൃത്തികേടാകും. ഇതുപോലെയാണ് മോവാബ് ദേശം എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. മോവാബ് ദേശത്തെ പോലെ മലിനമായിരിക്കുന്നു ഇന്നത്തെ ലോകം. എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവർ ആയിരിക്കുന്നു എന്ന് വചനം പറയുന്നു. മോവാബ് ദേശം വിഗ്രഹാരാധനകളാൽ മലിനപ്പെട്ടിരിക്കുന്ന ദേശമാണ്. ആ ദേശത്ത് താമസിച്ചിരുന്ന രൂത്തിനെ നാം ഒന്നാമതായി കാണുന്നു. മോവാബ് ദേശം വിഗ്രഹാരാധനകളാൽ മലിനപ്പെട്ടിരിക്കുന്ന ഒരു ദേശമാണ്. ആ ദേശത്ത് താമസിച്ചിരുന്ന രൂത്തിനെ നാം ഒന്നാമതായി കാണുന്നു. രണ്ടാമതായി നാം രൂത്തിനെ കാണുന്നത് ബേത്ലഹേമിലാണ്. അപ്പത്തിന്റെ നാട് എന്നാണ് ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം. ആരാണ് അപ്പം? യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതിനാൽ ബേത്ലഹേം കർത്താവിന്റെ ഭവനമാണ്. മോവാബിൽ വെച്ച് നവോമിയും മരുമകളായ ഓർപ്പയും രൂത്തും ഉറച്ച തീരുമാനം എടുക്കുന്നു. നവോമി ബേത്ലഹേമിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തോടൊപ്പം രൂത്ത് മലിനമായ മോവാബ് വിടുവാനും കർത്താവിന്റെ ഭവനമായ ബേത്ലഹേമിലേക്ക് പോകുവാനും ഉറച്ച തീരുമാനമെടുത്ത് ഇങ്ങനെ പറയുന്നു: നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. രൂത്തിന്റെ പുസ്തകം 1:16. നവോമിയുടെ സത്യദൈവത്തെ അവൾ സ്വീകരിക്കുവാൻ തയ്യാറായി. ഫലമോ അവൾ വാഷ് ബേസിൻ ആയ മലിന നഗരമായ മോവാബിൽ നിന്ന് ജീവനുള്ള അപ്പത്തിന്റെ നാട്ടിൽ എത്തി. മോവാബ്യ പെൺകുട്ടിയായ രൂത്ത് മോവാബ്യ ദേശത്തെ ഒരുപാട് ദൈവങ്ങളെ ഉപേക്ഷിച്ച് സത്യദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായി. അത് അവൾക്ക് ജീവരക്ഷയ്ക്ക് കാരണമായി. നാം ജീവിക്കുന്നത് അശുദ്ധരുടെ മധ്യയാകാം, എന്നാൽ അതിൽ നിന്നും പുറത്തിറങ്ങി ജീവനുള്ള യേശുവിനെ കണ്ടെത്തണം. യേശു എൻ്റെ പാപങ്ങൾക്കായി ക്രൂശിൽ യാഗമായി എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ദൈവം നമ്മെ നിത്യമായ അപ്പത്തിന്റെ നാട്ടിലേക്ക് എത്തിക്കുവാനിടയായിത്തീരും. രൂത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഓർപ്പ മോവാബിനെയും അവളുടെ ദൈവത്തെയും വിട്ടുപോരുവാൻ തയ്യാറായില്ല. ആ മലിനതയിൽ തന്നെ അവൾ വസിച്ചു. അഥവാ വാഷ് ബേസിനിലെ മാലിന്യങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ഈ ഓർപ്പയെ നാം വേദപുസ്തകത്തിൽ പിന്നെ കാണുന്നില്ല. എന്നാൽ അപ്പത്തിന്റെ നാട്ടിലേക്ക് തിരിച്ച രൂത്ത് ചരിത്രത്തിന്റെ ഭാഗമായി. അവളുടെ പേർ യേശുവിന്റെ വംശ പരമ്പരയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. മത്തായി 1:5. രൂത്തിനെ മൂന്നാമതായി നാം കാണുന്നത് ബോവസിന്റെ കളത്തിലേക്കാണ്. ബോവസ്
എന്ന വാക്കിനർത്ഥം ശക്തൻ എന്നാണ്. ബോവസ് യേശുവിൻ്റെ നിഴലാണ്. അപ്പത്തിൻ്റെ നാട്ടിലെത്തിയാൽ യേശുവിനെ കാണുവാൻ കഴിയും. രൂത്തിനെ കണ്ട ബോവസ് രൂത്തിനോട് ഇങ്ങനെ പറഞ്ഞു, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നുകൊള്ളുക. രൂത്ത് 2:8. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഈ വാക്യത്തിൽ മകളെ എന്നല്ല മൈ ഡോട്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. മോവാബ് ദേശം വിട്ട് അപ്പത്തിൻ്റെ നാട്ടിലെത്തി ബോവസിന്റെ കളത്തിലെത്തിയ രൂത്തിനെ എൻ്റെ മകളെ എന്നാണ് ബോവസ് സംബോധന ചെയ്യുന്നത്. നാം പാപമാലിന്യങ്ങളിൽ നിന്നും കഴികൾ പ്രാപിച്ച് യേശുക്രിസ്തുവാകുന്ന അപ്പം സ്വീകരിച്ചാൽ നമുക്ക് ദൈവം നൽകുന്ന വലിയ പദവിയാണ് യേശുവിൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ എന്ന പദവി. ഈ പദവിയിലേക്ക് വന്നാൽ യേശുവിൻ്റെ ഇടം വിട്ട് പോകരുത്. ദൈവമക്കൾക്ക് ഒരു വഴി ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ കൂടി മാത്രം നാം നടക്കുക. മോവാബ്യ ദേശം വിട്ട് അപ്പത്തിൻ്റെ നാട്ടിലെത്തിയ രൂത്ത് അവസാനം ചെന്നെത്തുന്നത് ബോവസിന്റെ വീട്ടുകാരിയായിട്ടാണ്. പാപങ്ങൾ കഴുകിക്കളഞ്ഞ് യേശുക്രിസ്തുവാകുന്ന ജീവനുള്ള അപ്പം ഭക്ഷിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ചു നടന്നാൽ യേശുവിൻ്റെ മണവാട്ടിയായി യേശുവിൻ്റെ ഭവനത്തിൽ നിത്യമായി നമുക്കും ചേരാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com